ആരുണ്ട് ഈ ലോകത്തിൽ എന്നേശുവെ പോൽ ആരുണ്ട് ഈ ലോകത്തിൽ നിത്യസമാധാനം നൽകിയ ദേവാ നീയല്ലതാരുമില്ല ഈ ലോകത്തിൽ നിന്നെ പോലാരുമില്ല. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 40 അതിൻ്റെ 4-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശ്യൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. വചനം നമ്മളെ കേൾപ്പിക്കുന്നത് യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എല്ലാവരോടും നമുക്ക് ആദരവ് പുലർത്താം. വചനം പറയുന്നത് നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന വചനം കൂടെ ഓർക്കുവാൻ തക്കവണ്ണം ദൈവം എല്ലാവരെയും, വിശ്വാസത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, മഹത്വം, പുകഴ്ച എല്ലാം എൻ്റെ കർത്താവിനുള്ളത്. 5-ാം വാക്യം പറഞ്ഞു, എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. യേശുവേ സ്തോത്രം. ഈ വചനഭാഗം വായിക്കുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ദൈവമക്കളെ അനുഭവിച്ചറിയുമ്പോൾ കർത്താവ് നമ്മൾ കർത്താവിലുമായിത്തീരുന്നൊരു അനുഭവമാണ്. അത്രമാത്രം ദൈവം നമ്മളെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, കരുതുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന അത്ഭുത പ്രവൃത്തി എന്ന് വെച്ചാൽ എത്രയോ വലുത്. എന്നേക്കാൾ അധികം ദൈവമക്കളെ നിങ്ങൾക്കും ഒരു പക്ഷേ സാക്ഷ്യം പറയാൻ കാണും. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഒന്നോർത്താൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നെന്നാണ് പറഞ്ഞത്. എത്ര സത്യം. ആമേൻ. നിന്നോട് സദൃശ്യൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു. ആമേൻ. എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്ന വചനം. നിന്നോട് തുല്യനായവൻ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ അവസരം കിട്ടിയപ്പോൾ കുറച്ച് പാട്ടുകൾ എഴുതുവാനായിട്ട് ഇടയായി. ഞാനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ കർത്താവിനെ അനുഭവിച്ചുകൊണ്ട് എഴുതിയ ഒരു വരി പാട്ടായിരുന്നു ദൈവമക്കളെ, ആരുണ്ട് ഈ ലോകത്തിൽ എന്നുള്ളൊരു പാട്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ അഭിഷക്തന്മാർ എഴുതി, ഇനി എത്രയോ പേര് എഴുതാനിരിക്കുന്നു, എത്രയോ പേര് എഴുതിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിച്ചുകൊണ്ടുള്ള അനേകം പാട്ടുകൾ ഇനിയും കേൾക്കാനും പാടാനും എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാകട്ടെ. ദൈവമക്കളെ, ദൈവം തന്ന നന്മയല്ലാതെ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഒന്നുമില്ല. ദൈവം തന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, എൻ്റെ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ നടത്തിയ നന്മകളെ ഓർത്താൽ, ഹല്ലേലൂയ സ്തോത്രം, അവിടുന്ന് ഞങ്ങളോട് കാണിച്ച അത്ഭുത പ്രവർത്തികളെ ഓർത്താൽ, എൻ്റെ കർത്താവേ, അങ്ങേ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ആയുസ് പോര കർത്താവേ. അത്രമാത്രം നന്മകൾ കൊണ്ട് ഞങ്ങളെ നിറച്ച ദൈവത്തിന് സ്തോത്രം. കണ്ണുനീര് തുടച്ച ദൈവത്തിന് സ്തോത്രം. രോഗക്കിടക്കയിൽ സൗഖ്യം തന്ന് കർത്താവെ ഏറ്റവും നല്ല വൈദ്യനായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവെ, ഇന്ന് ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന മക്കൾ ഏത് വിധത്തിലുള്ള സങ്കടത്തിലാണോ ഇരിക്കുന്നത്, അവർക്കൊരു വലിയ വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം സമാധാനവും സന്തോഷവും കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണേ. രോഗക്കിടക്കിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പൊന്നു കർത്താവെ, രോഗികൾക്ക് ഏറ്റവും വൈദ്യനായ നല്ല ദൈവമേ, കർത്താവിൻ്റെ വലിയ സ്നേഹം ഇന്ന് നിൻ്റെ മക്കളെ ഒന്ന് തൊട്ടനുഗ്രഹിക്കണേ. സൗഖ്യം കൊടുക്കണേ, ദീർഘായുസ് കൊടുക്കണമേ. ഏത് വിധത്തിലുള്ള മനസ്സിൻ്റെ ഭാരമായിട്ടാണോ ഇന്ന് നിൻ്റെ മക്കളിരിക്കുന്നത്, അവിടെ കർത്താവ് അത്ഭുതം ചെയ്യണേ. സമാധാനം കൊടുത്ത ദൈവം അനുഗ്രഹിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.